24 വർഷമായിട്ട് ഷുഗർ മരുന്ന് കഴിക്കുന്നുണ്ട്. 10 വർഷത്തോളമായിട്ട് പ്രഷറിന് മരുന്ന് കഴിക്കുന്നു. ഒരു ദിവസം ചിലപ്പോൾ മരുന്ന് ഷോർട്ടായിട്ടോ തീർന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ അറിയും എന്തെങ്കിലും ഒരു അസ്വസ്ഥത. എന്റെ പേര് അബ്ദുൾ വാഹിദ്. ഞാൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്. ഗൾഫിലുള്ള സമയത്ത് ഞാൻ ഇവിടുന്ന് മരുന്ന് കൊണ്ടുപോയിട്ടായിരുന്നു അവിടെ നിന്ന് കഴിച്ചിരുന്നത്. ബൈ ചാൻസ് ഏതെങ്കിലും സമയത്ത് മരുന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ അത് കിട്ടുന്നത് വരെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. തന്നെയല്ല ഏത് സമയത്തും ശരീരത്തിന് കഴപ്പ് വേദന, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും. ഞാൻ നിന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ പേരിൽ കൈകാലിനൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് 6ാമത്തെ ദിവസം. ഇന്നിപ്പോ 6ാമത്തെ ദിവസമായിട്ട് ഷുഗർ സംബന്ധമായിട്ടുള്ള ഒരു പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് ഫിസിക്കലി ഒരു പ്രയാസം തോന്നുന്നില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോർമലി ഏത് രൂപത്തിൽ പണ്ട് ഇതിന് മുൻപ് എങ്ങനെ ജീവിച്ചിരുന്നോ ആ രൂപത്തിലേക്ക് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് എനിക്ക് ചെറുതായിട്ട് ഈ പ്രഷർ കൂടിയ പോലെ ഒരു തോന്നലുണ്ടായി. എന്റെ അടുത്ത് പ്രഷർ നോക്കുന്ന മെഷീൻ ഉണ്ട്. ഞാൻ നോക്കുമ്പോൾ 160/91 ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ അതിന് വേറെ ഒരു പ്രശ്നം കൂടി നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കൊരു തലടിച്ച് ടെറസുമ്മൽ വീണിട്ട് ആ ഒരു ടെൻഷൻ വന്നതിന്റെ പേരിലായിരുന്നു. രാവിലെ ഉറങ്ങി എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കുമ്പോൾ അത് വീണ്ടും ഡൗൺ ആയി. 150/81 ആയി. അപ്പൊ അതിലൊരു പ്രയാസമില്ല. ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ട്. എന്റെ കൂടെ എന്റെ വൈഫുണ്ട്. വൈഫിന് പ്രഷർ ഉണ്ട്. ആൾക്കും ഇതേപോലെ തന്നെ ചെറിയൊരു പ്രയാസം ഇന്നലെ പ്രഷർ സംബന്ധമായിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു പ്രശ്നം കാരണമായിരിക്കാം എന്ന് തോന്നുന്നു. അത് ഭാര്യ മരിച്ചു എന്ന് പറയുമ്പോ ഭർത്താവിനും, ഭർത്താവ് മരിച്ചു എന്ന് പറയുമ്പോ ഭാര്യക്കും പൊതുവെ പ്രശ്നം ഉണ്ടാവൂലേ? അതെ. ഇഷ്ടപ്പെടുന്ന ഒരാള് വാപ്പ മരിച്ചു എന്ന് പറഞ്ഞാല് നല്ല മക്കൾക്ക് എന്തായാലും ഒരു വിഷമം ഉണ്ടാവണം. അപ്പൊ പ്രഷറിന് വേരിയേഷൻ മാറണം. അത് രോഗമല്ല. എനിക്ക് ഇതിന്റെ കൂട്ടത്തില് കാൽമുട്ട് വേദനയുണ്ട്. അതിനൊക്കെ ചെറിയ നല്ല മാറ്റമുണ്ട്. നിസ്കരിക്കുമ്പോഴൊക്കെ ഇരിക്കാനൊക്കെ വളരെ നോർമലി ഇരിക്കുന്നുണ്ട്. പക്ഷെ വേദന ചില സമയത്ത് കുറച്ച് നടക്കുമ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. വേറെ കഴപ്പ് മറ്റുള്ള സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളൊന്നുമില്ല. കഴപ്പൊക്കെ ഉണ്ടായിരുന്നു. കാലിന്റെ അടിയിലത്തെ മസിലിനൊക്കെ നല്ലൊരു പെരുപ്പ്, ഒരു കഴപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നടുവിന് കുറെ നേരം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ നേരം നിൽക്കുമ്പോൾ നടുവിന് വേദന ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രശ്നങ്ങളൊന്നുമില്ല.